എല്ലാവർക്കും സുഖമല്ലേ? സന്തോഷല്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിച്ചതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാഠഭാഗം നോക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യണ്ടേ? യെസ്, പ്രാർത്ഥിക്കണം അല്ലേ? നല്ല മക്കളാണ് കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവറ്റ് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ തിരുവചനങ്ങൾ പഠിക്കുവാൻ വേണ്ട പരിശുദ്ധാത്മ കൃപയും കരുണയും ഞങ്ങളിലേക്ക് ചൊരിയണമേ. ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾക്ക് വിവേകവും വിജ്ഞാനവും പ്രദാനം ചെയ്യണമേ. ആമേൻ. ഇന്ന് നാം പഠിക്കുന്നത് ഭാഗം 4 സഭാചരിത്രം, പാഠം 3 മലങ്കര സഭ, പാർട്ട് 2 ധന്യരായ സ്ലീഹന്മാരുടെ ചരിത്രത്തിൽ നിന്ന്. ഇവിടെ യേശുവിന്റെ ശിഷ്യനായിരുന്ന 2 സ്ലീഹന്മാരെ കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്. ആദ്യത്തേത് വിശുദ്ധ ഫിലിപ്പോസ് അല്ലെങ്കിൽ ഫിലിപ്പ്. ഫിലിപ്പോസ് എന്ന പേരിനർത്ഥം കുതിരയുടെ സ്നേഹിതൻ എന്നാണ്. യേശുവിന്റെ ശിഷ്യന്മാരായ വിശുദ്ധ പത്രോസിന്റെയും അന്ത്രയോസിന്റെയും പട്ടണമായിരുന്ന ബെത്സയിദക്കാരനായിരുന്നു വിശുദ്ധ ഫിലിപ്പോസ്. അദ്ദേഹത്തിന്റെ ജോലി മത്സ്യബന്ധനം തന്നെയായിരുന്നു. അപ്പോ ഫിലിപ്പോസ് എന്ന പേരിന്റെ അർത്ഥം എന്താണ്? കുതിരയുടെ സ്നേഹിതൻ. ഏത് പട്ടണത്തിൽ ജനിച്ച ആളാണ്? ബെത്സയിദ പട്ടണം. വിശുദ്ധ പത്രോസിന്റെയും അന്ത്രയോസിന്റെയും ഒക്കെ പട്ടണമായിരുന്ന ബെത്സയിദ പട്ടണം. ജോലി എന്തായിരുന്നു? മത്സ്യബന്ധനം. പത്രോസ്ലീഹായെ പോലെ തന്നെ മത്സ്യബന്ധനമായിരുന്നു വിശുദ്ധ ഫിലിപ്പോസിന്റെയും ജോലി. അപ്പോൾ പത്രോസും അന്ത്രയോസും സെബദി പുത്രന്മാരും എന്നിവരോട് കൂടെ ഈ ഫിലിപ്പോസ് സ്നാപക യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ യോർദാൻ നദീതീരത്ത് പോയി. അവിടെ വെച്ച് ഫിലിപ്പോസ് യേശുവിനെ കണ്ടുമുട്ടി. അപ്പോൾ യേശുവിനെ കണ്ടുമുട്ടിയ മാത്രമേ യേശു പറഞ്ഞു, എന്റെ പിന്നാലെ വരിക. അപ്പോൾ തന്നെ ഫിലിപ്പോസ് യേശുവിനെ അനുഗമിച്ചു. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. യേശു വിളിക്കുന്ന സെക്കൻഡിൽ തന്നെ, യേശു വിളിക്കുന്ന മാത്രയിൽ തന്നെ ഈ ശിഷ്യന്മാരായി തെരഞ്ഞെടുക്കുന്ന എല്ലാവരും യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ പത്രോസ് ആയാലും വിശുദ്ധ അന്ത്രയോസ് ആയാലും യേശു വിളിച്ചപ്പോൾ തന്നെ ആത്മാവിൽ പ്രേരണ ഉണ്ടായിട്ട് അവര് യേശുവിന്റെ പിന്നാലെ പോയി. അതുപോലെ തന്നെ വിശുദ്ധ ഫിലിപ്പോസ് യേശു പറഞ്ഞു, എന്റെ പിന്നാലെ വരിക എന്ന് പറയുന്ന ആ മാത്രമേ തന്നെ, ആ സെക്കൻഡിൽ തന്നെ യേശുവിന്റെ കൂടെ അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കാൻ വിശുദ്ധ ഫിലിപ്പോസ് തയ്യാറായി. ആത്മാവിൽ പ്രേരണയുണ്ടായി യേശുവിനെ അനുഗമിക്കാനായിട്ട്. അപ്പോ ഇവിടെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വായിക്കാനുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ നമുക്ക് കുറെ ഗ്രന്ഥഭാഗമൊക്കെ എഴുതാനുണ്ട്. അപ്പൊ ടെക്സ്റ്റ് തുറന്നു വയ്ക്കണം കേട്ടോ. വിശുദ്ധ ഗ്രന്ഥഭാഗം വായിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക കേട്ടോ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത ദിവസം ഗലീലയിലേക്ക് പോകുവാൻ യേശു നിശ്ചയിച്ചു. താൻ ഫിലിപ്പോസിനെ കണ്ടു. എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ശെമോന്റെയും അന്ത്രയോസിൻ്റെയും നഗരമായ ബെത്സയിദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടു. അവനോട്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചകരിലും ആരെക്കുറിച്ചാണോ എഴുതിയിരിക്കുന്നത്, അവൻ നസ്രത്തിലെ യോസേഫിൻ്റെ പുത്രൻ യേശുവാണെന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നഥാനിയേൽ അവനോട്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് ചോദിച്ചു. വന്നു കണ്ടാലും എന്ന് ഫിലിപ്പോസ് പറഞ്ഞു. നഥാനിയേൽ തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട്, ഇതാ കാപട്യമില്ലാത്ത സാക്ഷാൽ ഇസ്രായേലിയൻ എന്ന് യേശു പറഞ്ഞു. നഥാനിയേൽ തന്നോട്, അങ്ങ് എവിടെ വെച്ച് എന്നെ അറിയും എന്ന് ചോദിച്ചു. യേശു അവനോട്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പ് നീ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. നഥാനിയേൽ തന്നോട്, ഗുരു, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ് എന്ന് പറഞ്ഞു. യേശു അവനോട്, അത്തിയുടെ ചൂട്ടിൽ നിന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞതിനാൽ നീ വിശ്വസിക്കുന്നു. ഇവയേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. സ്വർഗം തുറന്നിരിക്കുന്നതായും ദൈവത്തിൻ്റെ മാലാഖമാർ മനുഷ്യപുത്രൻ്റെ അടുക്കിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. ഈ ഗ്രന്ഥഭാഗത്തിൽ നാം എന്താണ് കണ്ടത്? യേശുവും ഫിലിപ്പോസും നഥാനിയേലും തമ്മിലുള്ള ഒരു സംഭാഷണമായിരുന്നു. അപ്പോൾ യേശുവിനെ അനുഗമിക്കാനുള്ള വിളി ലഭിച്ച ഫിലിപ്പോസ് തന്റെ സ്നേഹിതനായ നഥാനിയേലിനെ യേശുവിന്റെ അടുക്കിലേക്ക് ക്ഷണിക്കുകയാണ്. ഫിലിപ്പോസിന് വിളി ലഭിച്ചു അല്ലെ? യേശു എന്താ പറഞ്ഞേ? നീ എന്റെ പിന്നാലെ വരിക. അപ്പൊ ഇവിടെ നമുക്കൊരു മെസ്സേജ് കിട്ടുന്നത് എന്താ? യേശുവിനെ അനുഗമിക്കാൻ ഒരു വിളി ലഭിച്ച ഫിലിപ്പോസ്
തന്റെ കൂട്ടുകാരനായ നഥാനിയേലിനെ കൂടെ വിളിക്കുകയാണ് യേശുവിന്റെ അടുക്കിലേക്ക്. അപ്പൊ എനിക്ക് കിട്ടിയ സൗഭാഗ്യം, യേശുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം എന്റെ കൂട്ടുകാരന് കിട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഫിലിപ്പോസിന്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ട് നഥാനിയേലിനെ കൂടെ കൂട്ടി യേശുവിന്റെ അടുക്കിലേക്ക് പോവാണ്. അപ്പോ നഥാനിയേല് യേശുവിനെ കണ്ടപ്പോ നഥാനിയേൽ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എന്താണെന്നും ആ ചോദ്യത്തിന് ഉത്തരം എന്താണെന്നും വിശുദ്ധ ഗ്രന്ഥഭാഗത്തില് കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46-ാം വാക്യം. അത് നമ്മുടെ ടെക്സ്റ്റിൽ എഴുതണം. പേജ് 64 എടുക്കുക, അവിടെ നമ്മൾ എഴുതണം. അത് നോക്കാം എന്താണെന്ന്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46-ാം വാക്യം. നഥാനിയേൽ അവനോട്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് ചോദിച്ചു. എല്ലാവരും എഴുതിയോ? അപ്പൊ നഥാനിയേൽ എന്താണ് ചോദിച്ചത്? ആരെല്ലാമാണ് യേശുവിനെ കാണാൻ പോയത്? ഫിലിപ്പോസും കൂട്ടുകാരനായ നഥാനിയേലും. അപ്പൊ നഥാനിയേല് യേശുവിനെ കണ്ടപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു ചോദ്യം? നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? അപ്പോൾ ഫിലിപ്പോസ് എന്താ മറുപടി പറഞ്ഞത്? വന്ന് കണ്ടാലും, നീ യേശുവിന്റെ അടുത്ത് ചെന്ന് നീ കാണ്, അപ്പൊ നിനക്ക് മനസ്സിലാകും നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാവും. നസ്രത്തിൽ നിന്ന് നന്മ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? യേശു നസ്രായനാണ് അല്ലെ? അപ്പോ അങ്ങനെ നഥാനിയേല് നേരിട്ട് ചെന്ന് യേശുവിനെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ഫിലിപ്പോസ് യേശുവിനോട് ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അതെന്താണ് നമുക്കത് നോക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 8-ാം വാക്യം. ഫിലിപ്പോസ് തന്നോട്, മോറാൻ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ഞങ്ങൾക്ക് അത് മതി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 8-ാം വാക്യം. എഴുതിയില്ലേ ടെക്സ്റ്റ് എല്ലാവരും? വെരി ഗുഡ്. അപ്പോ ഫിലിപ്പോസിന്റെ ആഗ്രഹം എന്തായിരുന്നു? ഫിലിപ്പോസ് എന്താണ് യേശുവിനോട് പറഞ്ഞത്? മോറാൻ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ഞങ്ങൾക്ക് അത് മതി. അതാണ് ഫിലിപ്പോസ് യേശുവിനോട് ആഗ്രഹം പറഞ്ഞത്. അപ്പൊ യേശു എന്താ മറുപടി പറഞ്ഞത്? ഈ കാലമെല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും ഫിലിപ്പേ, നീ എന്നെ അറിഞ്ഞില്ലേ? ഞാൻ നിങ്ങളുടെ കൂടെ ഈ കാലമൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ അറിഞ്ഞില്ലേ എന്ന് ഫിലിപ്പിനോട് ചോദിക്കുകയാണ്. അപ്പോ യേശു മറുപടി പറയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. യേശു എന്താ മറുപടി പറഞ്ഞ്? എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ എന്റെ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്ന് യേശു മറുപടി കൊടുക്കുകയാണ്. അപ്പൊ യേശു പറഞ്ഞ മറുപടിയിൽ നിന്ന് ഫിലിപ്പോസിന് മനസ്സിലായത് എന്താണ്? ദൈവത്തെ കാണുകയും അറിയുകയും ചെയ്യണമെങ്കിൽ ആരിലേക്ക് നോക്കണം? ആരിലേക്ക് നോക്കണ്ടേ? യേശുവിലേക്ക് നോക്കണം. യേശുവിനെ നോക്കി കണ്ടു വിശ്വസിക്കുന്ന ഒരുവൻ സ്വർഗത്തിലിരിക്കുന്ന പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പൊ യേശുവിലൂടെ മാത്രമേ നമുക്ക് പിതാവിനെ കാണാൻ സാധിക്കൂ എന്നാണ് അവിടെ യേശുവിലെ മറുപടിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അങ്ങനെ ഫിലിപ്പോസിന് മനസ്സിലായി. ഫിലിപ്പോസിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എന്ത് മനസ്സിലായത്? യേശുവിനെ കാണുകയും അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ തനിക്ക് മനസ്സിലായ കാര്യം, യേശു ഫിലിപ്പോസിന് മനസ്സിലാക്കി കൊടുത്ത കാര്യം ഗ്രഹിച്ചതിന് ശേഷം അത് ഫിലിപ്പോസ് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക. എന്താണ് മനസ്സിലാക്കിയത്? എന്തായിരുന്നു ഫിലിപ്പോസ് മനസ്സിലാക്കിയത്? തന്റെ യേശുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കണ്ടോ? തനിക്ക് കിട്ടിയ നന്മ അല്ലെങ്കിൽ അറിവ് അത് തന്നിലേക്ക് ഒതുക്കാതെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സ്ലീഹായാണ് നമുക്ക് അവിടെ ഫിലിപ്പോസിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താ? കുഞ്ഞുങ്ങളായി നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താ? നാം യേശുവിനെ കണ്ടവരാണ്, നാം യേശുവിനെ അറിഞ്ഞവരാണ് അല്ലെ? യേശു എന്താണെന്ന് അറിഞ്ഞവരാണ് നമ്മൾ. അപ്പൊ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മളിലൂടെ നാം യേശുവിനെ നമ്മുടെ കൂട്ടുകാരിലേക്ക്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെയ്യോ? ഓക്കെ. ഈ ഫിലിപ്പോസ് സ്ലീഹയാണ് പിന്നീട് ഗ്രീക്കുകാർക്ക് ആദ്യമായി യേശുവിന്റെ രക്ഷാകര സുവിശേഷം നൽകിയത്. അതുപോലെ തന്നെ AD 36 സ്തേഫാനോസ് സഹദ രക്തസാക്ഷിയായതിനു ശേഷം ശമരിയായി സുവിശേഷം അറിയിച്ചതും ഫിലിപ്പോസ് സ്ലീഹയാണ്. രക്തസാക്ഷിയായ സ്തേഫാനോസ് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടതാണ് സ്തേഫാനോസ് സഹദയുടെ രക്തസാക്ഷിത്വമൊക്കെ. അപ്പോ ഈ ഫിലിപ്പോസ് സ്ലീഹയാണ് പിന്നീട് ഗ്രീക്കുകാർക്ക് ആദ്യമായി യേശുവിന്റെ സുവിശേഷം അറിയിച്ചതും അതുപോലെ തന്നെ ശമരിയായി സുവിശേഷം അറിയിച്ചതും ഫിലിപ്പോസ് സ്ലീഹായാണ്. ഇവിടെ ഫിലിപ്പോസ് സ്ലീഹായിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ
സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളായ നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതുണ്ട്. ഒന്നെന്താണ്? യേശുവിനെ അനുഗമിക്കാനുള്ള അവസരം തനിക്ക് കിട്ടി. അത് തന്നിൽ മാത്രം ഒതുക്കാതെ ആ ഭാഗ്യം തന്റെ സുഹൃത്തിന് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു. യേശുവിനെ തന്റെ സുഹൃത്തായ ആരെയാണ്? നഥാനിയേലിന് കാണിച്ചു കൊടുക്കുന്നത്. നാമും നമ്മുടെ സുഹൃത്തുക്കളെയും യേശുവിനെ കാണിക്കാനായിട്ട് ക്ഷണിക്കണം, അല്ലെ? യേശുവിനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നാമും ശ്രമിക്കണം. അപ്പൊ ഇവിടെ ഫിലിപ്പോസ് സ്ലീഹ എന്താ ചെയ്തേ? തനിക്ക് കിട്ടിയ അല്ലെങ്കിൽ താൻ കണ്ട യേശുവിനെ തന്റെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താ? ദൈവത്തെ അറിയണമെങ്കിൽ യേശുവിനെ നോക്കണമെന്ന് മനസ്സിലാക്കിയ സ്ലീഹ അത് മറ്റുള്ളവരെ പഠിപ്പിച്ചു. സ്ലീഹയ്ക്ക് മനസ്സിലായി, ദൈവത്തെ അറിയണമെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവിനെ അറിയണമെങ്കിൽ യേശുവിലേക്ക് നോക്കണം. അത് മറ്റുള്ളവരിലേക്ക് പഠിപ്പിച്ചു. യേശുവിലൂടെ മാത്രമേ നമുക്ക് പിതാവായ ദൈവത്തെ കാണാൻ സാധിക്കൂ എന്ന് മറ്റുള്ളവരോട് ഉപദേശിച്ചു കൊടുത്തു. അപ്പൊ ഇവിടെ ഫിലിപ്പോസ് സ്ലീഹ ഒരു സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തി ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങള് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു സ്ലീഹായെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ സ്ലീഹായുടെ മാതൃക നമ്മൾ മാതൃകയാക്കില്ലേ? ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്കൊന്ന് നോക്കാം. ഉത്തരം എഴുതുക. ഫിലിപ്പോസ് എന്ന പേരിൻ്റെ അർത്ഥം. ഫിലിപ്പോസിൻ്റെ എന്ന പേരിൻ്റെ അർത്ഥം എന്താ? കുതിരയുടെ സ്നേഹിതൻ. ഫിലിപ്പോസിൻ്റെ ജന്മദേശം. ഫിലിപ്പോസിൻ്റെ ജന്മദേശം എവിടെയായിരുന്നു? ബത്സയിദ. അദ്ദേഹം വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ അന്ത്രയോസിൻ്റെയും പട്ടണമായ ബത്സയിദക്കാരനായിരുന്നു. ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ഫിലിപ്പോസിൻ്റെ സുഹൃത്ത് നഥാനിയേൽ. നഥാനിയേൽ എന്താണ് ഫിലിപ്പോസിനോട് ചോദിച്ചത്? നസ്രത്തിൽ നിന്നും എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്നാണ് നഥാനിയേൽ ഫിലിപ്പോസിനോട് ചോദിച്ചത്. എന്തായിരുന്നു ഫിലിപ്പോസിൻ്റെ ആഗ്രഹം? എന്തായിരുന്നു? മോറാൻ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ഞങ്ങൾക്കത് മതി. അതായിരുന്നു ഫിലിപ്പോസിൻ്റെ ആഗ്രഹം. യേശുവിൻ്റെ മറുപടിയിലൂടെ എന്താണ് ഫിലിപ്പോസ് മനസ്സിലാക്കിയത്? യേശുവിൻ്റെ മറുപടിയിൽ നിന്ന് ദൈവത്തെ കാണുകയും അറിയുകയും ചെയ്യണമെങ്കിൽ യേശുവിനെ നോക്കണമെന്ന് ഫിലിപ്പോസ് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. ഉത്തരങ്ങളെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങളൊന്നുകൂടെ വായിച്ചിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഓക്കെ? അടുത്തതായി നാം പഠിക്കാൻ പോകുന്നത് വിശുദ്ധ തോമസ് സ്ലീഹയെ കുറിച്ചാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, 2 സ്ലീഹന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തേത് വിശുദ്ധ ഫിലിപ്പോസ് അല്ലെങ്കിൽ ഫിലിപ്പ്, രണ്ടാമത്തേത് വിശുദ്ധ തോമസ് സ്ലീഹ. തോമസ് സ്ലീഹയുടെ പേരിന് തന്നെ അർത്ഥം ഇരട്ട എന്നാണ്. പേരിന്റെ അർത്ഥം എന്താ? ഇരട്ട. AD 52 കേരളത്തിൽ സുവിശേഷം അറിയിക്കാൻ തോമസ് സ്ലീഹ എത്തി. അങ്ങനെ ക്രിസ്തു സഭയുടെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ ക്രിസ്ത്യാനികളുണ്ടായി. അനേകം പേരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നയിച്ച തോമസ് സ്ലീഹ ഇന്ത്യയുടെ അപ്പോസ്തലൻ, ഇന്ത്യയുടെ കാവൽ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നു. അപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടാവാനുള്ള കാരണം തോമസ് സ്ലീഹയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 3-4 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 3-4 വാക്യങ്ങൾ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ ഞാൻ പോകുന്നു. ഞാൻ പോയാൽ നിങ്ങൾക്കായി ഞാൻ സ്ഥലമൊരുക്കും. വീണ്ടും ഞാൻ വരും, എൻ്റെ അടുക്കിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. അതെ, ഞാൻ എവിടെ ആയിരിക്കുമോ നിങ്ങളും അവിടെ ആയിരിക്കും. ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നു, വഴിയും നിങ്ങൾക്കറിയാം. യേശു ഇവിടെ ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത്? നിങ്ങൾക്കായി ഞാനൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയാൽ നിങ്ങൾക്കായി ഞാൻ സ്ഥലം ഒരുക്കും. അതിനുശേഷം ഞാൻ വീണ്ടും തിരിച്ചു വരും, എൻ്റെ അടുക്കലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ എവിടെ ആയിരിക്കുന്നോ നിങ്ങളും അവിടെ തന്നെ ആയിരിക്കും. നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാണ് അല്ലേ? അപ്പോൾ ഞാൻ എവിടെയാണോ അവിടെ നിങ്ങളെയും കൊണ്ടുപോകാനായിട്ട് ഞാൻ വരും. ഞാനിപ്പോൾ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്ഥലം ഒരുക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങളറിയുന്നു, വഴിയും നിങ്ങൾക്കറിയാം. ശിഷ്യരോട് പറയുകയാണ്, ഞാൻ എങ്ങോട്ടാണ് പോണേന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വഴിയും അറിയാം എന്ന് യേശു ഈ വചനത്തിലൂടെ ശിഷ്യന്മാരോട് പറയുകയാണ്. എപ്പോഴാണ് പറഞ്ഞത്? യെരുശലേമിലെ മാളിക മുറിയിൽ വെച്ചുള്ള അന്ത്യ അത്താഴത്തിന് ശേഷം യേശു ശിഷ്യന്മാരോട് പറയുന്നതാണ്. മാളിക മുകളിൽ വെച്ചുള്ള അന്ത്യ അത്താഴ സമയത്ത് യേശു ശിഷ്യരോട് പറഞ്ഞതാണ് നമ്മൾ കേട്ട വാക്യം. അപ്പോൾ ഈ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യേശു ഇത് പറഞ്ഞപ്പോൾ
ശിഷ്യന്മാരെല്ലാവരും മൗനമായിട്ടിരുന്നു. ആരും മിണ്ടിയില്ല, മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ തോമസ് സ്ലീഹ യേശുവിനോട് ഒരു സംശയം ചോദിച്ചു. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 5-ാം വാക്യത്തില് പറയുന്നുണ്ട്. അതെന്താണ് നമുക്ക് ടെക്സ്റ്റിലൊന്ന് എഴുതണം. എല്ലാവരും ടെക്സ്റ്റിൽ എഴുതൂലേ? അതെന്താണ് നമുക്കൊന്ന് നോക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 5-ാം വാക്യം. തോമ തന്നോട്, മോറാൻ, അങ്ങ് എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടല്ലോ, പിന്നെ ഞങ്ങൾ വഴി അറിയുന്നതെങ്ങനെ എന്ന് പറഞ്ഞു. സ്ലീഹ എന്താ അവിടെ ചോദിച്ചത്? തോമസ് സ്ലീഹ എന്താ യേശുവിനോട് ചോദിച്ചത്? മോറാൻ, അങ്ങ് എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ, പിന്നെ ഞങ്ങൾ വഴി അറിയുന്നത് എങ്ങനെ? അപ്പൊ യേശു ശിഷ്യന്മാരോട് പറഞ്ഞതിന് ബാക്കി എല്ലാ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. തോമസിലേക്ക് ഒരു സംശയമാണുള്ളിൽ. എന്തായിരുന്നു സംശയം? അങ്ങ് എവിടേക്കാണ് പോകുന്നത് എന്ന് അത് ഞങ്ങൾക്ക് അറിയില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ വഴി അറിയുന്നേ എന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ യേശു മറുപടി പറഞ്ഞു. യേശു മറുപടി പറഞ്ഞ വാക്യം ഏതാ നമുക്ക് നോക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. യേശു മറുപടിയായി പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് വരികയില്ല. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. അപ്പോ സത്യം അറിയാനുള്ള ദൃഢനിശ്ചയം ഉള്ള ആളായിരുന്നു ആര്? തോമസ് സ്ലീഹ. വ്യക്തമായ തെളിവുകൾ കാണാതെ ഒന്നും വിശ്വസിച്ചിരുന്നില്ല. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് തോമസ് സ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്ലീഹ വന്നു കഴിഞ്ഞപ്പോ ബാക്കി ശിഷ്യന്മാര് തോമസ് സ്ലീഹയോട് പറയാണ്, മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശു ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങൾ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ തോമസ് സ്ലീഹ വിശ്വസിച്ചില്ല. ആണിപ്പാട് കാണണം, എന്റെ വിരലിട്ട് നോക്കണം, യേശുവിന്റെ വിലാപ്പുറത്ത് തന്നെ കൈ നീട്ടിയത് തൊട്ട് നോക്കി മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് തോമസ് സ്ലീഹ മറ്റു ശിഷ്യരോട് പറയാണ്. മറ്റു ശിഷ്യന്മാര് പറഞ്ഞല്ല, യേശു ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങൾ യേശുവിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോ തോമസ് സ്ലീഹ എന്താ പറഞ്ഞേ? അവന്റെ കയ്യിലെ ആണിപ്പാട് എന്റെ കൈ കൊണ്ട് എന്റെ വിരലിട്ട് തൊട്ട് നോക്കണം, അതുപോലെ തന്നെ എന്റെ കൈ ഉപയോഗിച്ച് അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയായിരുന്നു യേശുവിനെ അല്ലേ മരണസമയത്ത്. അപ്പൊ അവിടെ തൊട്ട് നോക്കി മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് തോമസ് സ്ലീഹ പറയാണ് മറ്റു ശിഷ്യരോട്. 8 ദിവസം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാരും കൂടെ ഒരുമിച്ച് കൂടി ഇരിക്കുന്ന സമയത്ത് യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. തോമായ്ക്ക് തെളിവ് കൊടുത്തു. തോമയുടെ ആവശ്യം എന്തായിരുന്നു? തന്റെ കൈ കൊണ്ട് യേശുവിന്റെ മുറിവിലൊക്കെ തൊട്ട് നോക്കിയാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ യേശു പ്രത്യക്ഷപ്പെട്ട് തോമായ്ക്ക് ആവശ്യമുള്ള തെളിവ് കൊടുക്കുകയാണ്, തോമസ് സ്ലീഹയ്ക്കുള്ള തെളിവ് കൊടുക്കുകയാണ്. അതെന്താ നമുക്ക് നോക്കാം. ടെക്സ്റ്റിലൊന്ന് എഴുതാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യം. ടെക്സ്റ്റിൽ എഴുതാം. യേശു തോമസ് സ്ലീഹായ്ക്ക് നൽകിയ തെളിവ് കണ്ടെത്താം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യം. പിന്നെ താൻ തോമയോട്, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ നീ കാണുക, നിന്റെ കൈ കൊണ്ടുവന്ന് എൻ്റെ വിലാപ്പുറത്ത് നീട്ടുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. സ്ലീഹയുടെ മുമ്പില് യേശു പ്രത്യക്ഷപ്പെട്ടപ്പം തെളിവുകൾ പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധിക്കാൻ പറഞ്ഞപ്പോ യേശുവിനെ കണ്ട മാത്രമേ തന്നെ സ്ലീഹ യേശുവിനെ തന്റെ കർത്താവും തന്റെ ദൈവവുമായിട്ട് അംഗീകരിച്ചു. തെളിവൊന്നും സ്ലീഹായ്ക്ക് വേണ്ടി വന്നില്ല. തൊട്ട് നോക്കിയാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്നൊക്കെ സ്ലീഹന്മാരോട് ശിഷ്യന്മാരോട് കൂടെ ഉള്ളവരോട് പറഞ്ഞിരുന്നു അല്ലെ. പക്ഷെ യേശുവിനെ കണ്ട മാത്രമേ തന്നെ എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് പറഞ്ഞ് യേശുവിനെ അംഗീകരിക്കുകയാണ്. തെളിവൊന്നും വേണ്ടി വന്നില്ല. അത് ആ ഭാഗം എവിടെയാന്ന് നമുക്ക് നോക്കാം. അതും ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് എഴുതാനുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യം. അത് ടെക്സ്റ്റിൽ എഴുതണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യം. തോമ ഉത്തരമായി തന്നോട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു. സ്ലീഹായുടെ ഈ പ്രവൃത്തിയിലൂടെ നാം എന്താ മനസ്സിലാക്കുന്നത്? യേശുവിനെ അംഗീകരിക്കാത്തവർക്ക് അതൊരു തെളിവാണ്. യേശു മനുഷ്യാവതാരം ചെയ്തു, ക്രൂശിതനായി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലെ ദൈവത്തോട് കൂടെ ഇരിക്കുന്നു, യേശു ദൈവമാണ് എന്ന് യേശുവിനെ വിശ്വസിക്കാത്തവർക്ക് ഒരു തെളിവായിട്ട് അപ്പോസ്തലൻ ഇത് ഈ സംഭവത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ യേശുവിനെ അംഗീകരിക്കാത്തവർക്ക് ഒരു തെളിവാണ് ഈ അപ്പോസ്തലന്റെ സംശയത്തിലൂടെ അല്ലെങ്കിൽ അപ്പോസ്തലിന് യേശു കൊടുത്ത തെളിവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി തോമസ് സ്ലീഹ കേരളത്തിൽ വന്നു, കുറെ ക്രിസ്ത്യാനികളൊക്കെ കേരളത്തിലുണ്ടായി. അതിനുശേഷം തമിഴ്നാട്ടില് മൈലാപ്പൂര് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി.
അവിടെ വെച്ച് ശൂലം കൊണ്ട് കുത്തേറ്റ് രക്തസാക്ഷിയാവുകയാണ് ചെയ്തത് തോമസ് സ്ലീഹ. ശൂലം കൊണ്ട് കുത്തേറ്റ് രക്തസാക്ഷി മരണം പ്രാപിച്ചു. സ്ലീഹായുടെ തിരുശേഷിപ്പ് ഉറഹ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അതിന്റെ ഓർമ്മയാണ് ജൂലൈ 3-ാം തീയതി ദുഃഖ്രോന പെരുന്നാളായിട്ട് നമ്മുടെ പരിശുദ്ധ സഭ ആചരിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ സെന്റ് തോമസ് ഡേ എന്ന് പറയും അല്ലെ. നമ്മുടെ സ്കൂളുള്ള സമയത്തൊക്കെ ചില സ്കൂളുകൾക്ക് ഇതിലൊക്കെ അവധി കിട്ടാറുണ്ട്. ജൂലൈ 3 സെന്റ് തോമസ് ഡേ. ഈ സ്ലീഹായുടെ തിരുശേഷിപ്പ് ഉർഹയിലേക്ക് കൊണ്ടുപോയതിന്റെ ഓർമ്മയാണ് പരിശുദ്ധ സഭ ജൂലൈ 3 ദുഃഖ്രോന പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ ധൂപപ്രാർത്ഥനയിൽ തോമസ് സ്ലീഹായെ ഓർക്കുന്ന സ്ഥലമുണ്ട്. നമ്മൾ ഓർക്കാറുണ്ട് തോമസ് സ്ലീഹായെ നമ്മുടെ കുർബാനയിലെ ധൂപപ്രാർത്ഥനയിൽ. തോമസ് സ്ലീഹായെ കുർബാനയിൽ ഓർക്കുന്ന ധൂപപ്രാർത്ഥനയിൽ ഓർക്കുന്ന ഗീതം നമുക്കൊന്ന് ഏറ്റുപാടാം. എല്ലാവരും ചേർന്ന് പാടോ, മിടുക്കരായിട്ട് പാടണം കേട്ടോ. ഒരു പോലിങ്ങും മാർത്തോമാവുണ്ടേ മേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താം. ടെക്സ്റ്റിലേക്ക് നോക്കുക. ഉത്തരം എഴുതുക. തോമ എന്ന പേരിൻ്റെ അർത്ഥം. തോമ എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞേ? ഇരട്ട. തോമസ് സ്ലീഹ കേരളത്തിൽ എത്തിയ വർഷം AD 52. സെഹിയോൻ മാളികയിൽ വെച്ച് തോമ യേശുവിനോട് എന്താണ് ചോദിച്ചത്? മോറാൻ, അങ്ങ് എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ, പിന്നെ ഞങ്ങൾ വഴി അറിയുന്നത് എങ്ങനെ? മോറാൻ, അങ്ങ് എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ, പിന്നെ ഞങ്ങൾ വഴി അറിയുന്നത് എങ്ങനെ? തോമായ്ക്ക് യേശു നൽകിയ തെളിവുകൾ എഴുതുക. തോമായ്ക്ക് എന്ത് തെളിവാണ് യേശു നൽകിയത്? രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ യേശു പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ നീ കാണുക, നിൻ്റെ കൈ കൊണ്ടുവന്ന് എൻ്റെ വിലാപ്പുറത്ത് നീട്ടുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഇത്രയുമാണ് യേശു തെളിവായിട്ട് തോമയ്ക്ക് കൊടുത്തത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, തെളിവുകൾ കാണിച്ചപ്പോൾ തോമ പറഞ്ഞ മറുപടി വിശുദ്ധ ഗ്രന്ഥഭാഗത്തിലേതുപോലെ എഴുതുക. തോമ പറഞ്ഞ മറുപടി എന്താണ്? തോമ ആ തെളിവ് പരിശോധിക്കാനൊന്നും പോയില്ല. അതിന് പകരം പറഞ്ഞു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു? എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു. തോമസ് സ്ലീഹായുടെ ദുഃഖ്രോനോ എന്നാണ് പരിശുദ്ധ സഭ ആചരിക്കുന്നത്. തോമസ് സ്ലീഹായുടെ തിരുശേഷിപ്പ് ഉറഹ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയതിൻ്റെ അനുസ്മരണ ജൂലൈ 3 ദുഃഖ്രോനയായി പരിശുദ്ധ സഭ ആചരിക്കുന്നു. അപ്പോൾ എന്നാണ് ആചരിക്കുന്നത്? ജൂലൈ 3. നോട്ട്ബുക്കിലേക്ക് എല്ലാവരും ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതി അത് പഠിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഒരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. കഥ എഴുതാം. ഇത് നിങ്ങളുടെ പപ്പയോടും മമ്മിയോടും ചോദിച്ച് ആ കഥ വികസിപ്പിച്ച് നോട്ട്ബുക്കിലേക്ക് എഴുതുക. ധന്യരായ സ്ലീഹന്മാരുടെ ചരിത്രത്തിൽ നിന്ന് എന്ന പാഠഭാഗത്ത് നാം കണ്ടത് യേശുവിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ട 2 സ്ലീഹന്മാരെ കുറിച്ചാണ്. 2 സ്ലീഹന്മാരെ കുറിച്ചാണ് നാം പഠിച്ചത്. ആരൊക്കെയായിരുന്നു? വിശുദ്ധ ഫിലിപ്പോസ് സ്ലീഹായും വിശുദ്ധ തോമസ് സ്ലീഹായും. വിശുദ്ധ ഫിലിപ്പോസ് സ്ലീഹ പേരിന്റെ അർത്ഥം എന്താണ്? കുതിരയുടെ സ്നേഹിതൻ. വിശുദ്ധ തോമസ് സ്ലീഹയുടെ പേരിന്റെ അർത്ഥം എന്താണ്? ഇരട്ട. വിശുദ്ധ തോമസ് സ്ലീഹയാണ് ഇന്ത്യയുടെ കാവൽപിതാവ് എന്നറിയപ്പെടുന്ന സ്ലീഹ. അപ്പോൾ അവരുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഒന്ന്, നാം കണ്ട അല്ലെങ്കിൽ നാം അനുഭവിക്കുന്ന യേശുവിനെ മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കണം. നാം അനുഭവിക്കുന്ന ആ യേശുവിന്റെ സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം, നമ്മുടെ കൂട്ടുകാരിലേക്ക് പകർന്നു കൊടുക്കണം. ഉയർത്തെഴുന്നേറ്റ യേശു നമ്മുടെ കർത്താവും ദൈവമാണെന്ന് നാം മനസ്സിലാക്കണം. യേശു മനുഷ്യർക്ക് വേണ്ടിയാണ് ഭൂമിയിലേക്ക് അവതരിച്ച് മനുഷ്യപുത്രനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു സ്വർഗത്തില്. അപ്പൊ ആ ഉയർത്തെഴുന്നേറ്റ യേശു നമ്മുടെ കർത്താവും ദൈവവുമാണെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ ഈ സ്ലീഹന്മാരുടെ ചരിത്രത്തിലൂടെ നാം പഠിച്ചത്. ഈ 2 സ്ലീഹന്മാരുടെയും ചരിത്രം പഠിച്ച നാം യേശുവിലേക്ക് കൂടുതൽ അടുക്കാൻ ഈ പാഠഭാഗം നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പാഠഭാഗം കൂടുതൽ വായിക്കണം. ടെക്സ്റ്റിലെ വേദഭാഗങ്ങൾ, കുറെ വേദഭാഗങ്ങൾ നമ്മൾ എഴുതി അത് വീണ്ടും വായിച്ചു നോക്കുക, ധ്യാനിക്കുക, ഉത്തരങ്ങൾ പഠിക്കുക.
വിശുദ്ധ ഗ്രന്ഥം വായിക്കുക. ചെയ്യോ? ചെയ്യണം. അപ്പോ സന്തോഷത്തോടെ ഇരിക്കണം, സുഖമായിട്ടിരിക്കണം, സുരക്ഷിതരായിട്ടിരിക്കണം. നമുക്കിനി വീണ്ടും കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.